സോ ഞാൻ കുറച്ചു ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരാൾ കോമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് HIV കൊതുകുകൾ കൂടി പകരുവോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പൊ നമുക്ക് പല ആൾക്കാർക്കും അറിയാം HIV കൊതുകുകൾ കൂടി പകരത്തില്ല എന്ന്. പക്ഷെ എന്നാൽ നമുക്കൊരു 99% ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് HIV കൊതുകുകൾ കൂടി പകരാത്തതെന്ന് അറിയത്തില്ല. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ കൊതുകുകളുടെ ഗട്ടിന്റെ അകത്ത് അല്ലെങ്കിൽ കൊതുകുകളുടെ വയറിന്റെ അകത്ത് ഒരുപാടധികം എൻസൈംസ് ഉണ്ട്. ഡൈജസ്റ്റീവ് എൻസൈംസ്, ഭക്ഷണം ആ കൊതു കഴിക്കുന്ന ബ്ലഡ് ദഹിപ്പിക്കാനായിട്ട് അതിന്റെ അകത്തുള്ള ന്യൂട്രിയൻസ് ദഹിപ്പിക്കാനായിട്ടുള്ള ഒരുപാടധികം എൻസൈംസ് ഉണ്ട്. ലൈക് കാറ്റപ്സിൻസ് എന്ന് പറഞ്ഞും സ്റ്റെറൈൻ എന്ന് പറഞ്ഞും പ്രോട്ടിയേസ് എന്ന് പറഞ്ഞും ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, അങ്ങനെയുള്ള ഒരുപാടധികം എൻസൈംസ് ഇതിന്റെ ഗട്ടിലുണ്ട്. ഈ ഗട്ടിലുള്ള ഈ എൻസൈംസിന് HIV വൈറസിനെയും ദഹിപ്പിച്ച് കളയാനും ഡൈജസ്റ്റ് ചെയ്ത് കളയാനായിട്ട് ഉള്ള ശേഷി അതിനുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ HIV വൈറസിന് വളരണമെങ്കിൽ അല്ലെങ്കിൽ HIV വൈറസിന് ഒരു സെല്ലിന്റെ അകത്തേക്ക് കയറിയിട്ട് മാത്രമേ അതിന് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രത്യുൽപാദനം നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോ ഈ HIV വൈറസിന് ഒരു സെല്ലിന്റെ അകത്തേക്ക് കയറണമെങ്കിൽ അതിന് CD4 റിസെപ്റ്റേഴ്സ് വേണം. അതുപോലെ തന്നെ ഒരുപാടധികം കോർ റിസെപ്റ്റേഴ്സ് ഇതിന് വേണം. CXCR5 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാടധികം കോർ റിസെപ്റ്റേഴ്സ് ഇതിന് ഈ HIV വൈറസിന് ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്യണമെങ്കിൽ വേണം. പക്ഷെ ഇങ്ങനത്തെ ഉള്ള കോർ റിസെപ്റ്റേഴ്സോ CD4 റിസെപ്റ്റേഴ്സോ ഒന്നും നമ്മുടെ കൊതുകുകളുടെ ഗട്ടിന്റെ അകത്തോ കൊതുകുകളുടെ ബോഡിക്കകത്തോ ഇല്ല. അതുകൊണ്ട് അതിനെ ഒരിക്കലും കൊതുകുകളുടെ അകത്ത് കയറി ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. സോ HIV വൈറസ് എന്തോ കൊതുകുകളുടെ ഗട്ടിൽ വെച്ച് തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് വെച്ച് അതങ്ങ് ഡിസ്ട്രോയ് ആയി പോകും. പക്ഷെ ഹ്യൂമൻസിന്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? കാരണം അവിടെ കോർ റിസെപ്റ്റേഴ്സും ഉണ്ട്, CXCR5 പോലത്തെ റിസെപ്റ്റേഴ്സും ഉണ്ട്, CD4 റിസെപ്റ്റേഴ്സും ഉണ്ട്. അപ്പൊ അതിന് ഈ സെല്ലിന്റെ അകത്തേക്ക് കയറാം, സെല്ലിന്റെ അകത്ത് കയറി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോഴേ എപ്പോഴും ഹ്യൂമൻ ട്രാൻസ്മിഷൻ HIVയിൽ എപ്പോഴും നടക്കാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് വഴിയോ അതുപോലെ തന്നെ ഒരുപാടധികം ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴിയോ ഈ സിറിഞ്ചസ് വഴിയോ, അപ്പൊ യൂത്ത് സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കണം. HIV പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ കുത്തിവെച്ച സിറിഞ്ച് നമ്മൾ അറിയാതെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴിയോ ബ്ലഡ് വഴിയോ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ലൈക്ക് സെമനോ അതുപോലെ വെജൈനൽ ഫ്ലൂയിഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെ നമുക്ക് ട്രാൻസ്മിഷൻ വരാം. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും ട്രാൻസ്മിഷൻ വരാം. ഈ മുലപ്പാൽ കുടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് വരാം. അപ്പൊ അങ്ങനെ ഒരുപാടധികം കാര്യങ്ങളിൽ കൂടി HIV ട്രാൻസ്മിഷൻ നടക്കാം. അപ്പൊ ഒരിക്കലും കൊതുകടി കയറ്റി ഒരാൾക്ക് HIV ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ HIV പോസിറ്റീവ് ആവത്തില്ല. അപ്പൊ HIV പോസിറ്റീവായിട്ട് ഒരാളെ കൊതുക് കടിച്ചെന്ന് പറഞ്ഞിട്ട് അത് വന്ന ഒരു HIV നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും HIV പോസിറ്റിവിറ്റി ഉണ്ടാവത്തില്ല. ഓക്കെ, അതാണ് ഞാൻ ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഐ തിങ്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായി കാണും. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായിട്ട് വാട്ട് യു ഹാവ് ടു ഡു യു ഹാവ് ടു പ്ലീസ് ഫോളോ മൈ പേജ് ആൻഡ് ഓൾസോ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം ഒരുപാടധികം ആൾക്കാർക്ക് ഈ ഒരു കാര്യം അറിയത്തില്ലാത്തവരുണ്ട്.